വളരെ രസകരമായി കാര്യങ്ങളൊക്കെ അവസാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം 4 ദിവസം കൊണ്ട് എല്ലാം തൂത്തുവാരാമെന്ന് പറഞ്ഞു വന്ന ആളുകൾക്ക് ഇപ്പോൾ എന്താ സംഭവിച്ചെന്നുള്ള എത്തും പിടിയും കിട്ടാത്തൊരവസ്ഥയിലാണുള്ളത്. കാര്യമായി അവർക്ക് എന്തൊക്കെയോ കിട്ടിയെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും കിട്ടിയത് തികച്ചും നമ്മൾ നോക്കുകയാണെങ്കിൽ നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഹോർമുസ് കടലെടുക്കുക. ഒരു പൈസയും കൊടുക്കാതെ ഒരു പ്രയാസമില്ലാതെ പോയിക്കൊണ്ടിരുന്ന ആ ഒരു മേഖല മുഴുവനായിട്ട് അമേരിക്കയുടെ സ്വന്തം വകയായി സൂക്ഷിക്കാമെന്നുള്ള ഒരു വലിയ ആഗ്രഹം കൊണ്ട് പുറപ്പെട്ടതാണ്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചതാകട്ടെ അവിടെ പൈസ കൊടുത്തിട്ടേ പോരാൻ പറ്റുള്ളൂ. അത് അമേരിക്കയാകട്ടെ അമേരിക്കയുടെ മുത്തച്ഛൻ്റെതാകട്ടെ കൃത്യമായി പൈസ എണ്ണിക്കൊടുത്താൽ വിടാം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ഉപരോധം അവിടെ ഉണ്ടാകും, സാമ്പത്തിക നിയന്ത്രണം ഉണ്ടാകും എന്ന് പ്രഖ്യാപിച്ചു. 10ഓളം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകളിൽ ഇത് തന്നെയാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിന് ആവശ്യമായതും. മറ്റുള്ളതൊക്കെ അതിനൊന്നിനൊന്നും മെച്ചമാണെങ്കിൽ പോലും ഈ ഒരു വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ കഴിയില്ല. ഇപ്പം നിലനിൽക്കുന്ന 4000 ഈ 2800 എന്നൊക്കെ പറയുന്ന വെസൽസുകളെ അത് കാര്യമായി ഞങ്ങൾ പരിഗണിക്കും, വിട്ടുകൊടുക്കും. പക്ഷേ അതിനൊക്കെ ആ പറയുന്ന തുക അടക്കണം. അത് ഇത്ര കണ്ട് തുക എന്ന് പറയാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ട് അറിയിക്കുള്ളൂ. അത് ഒമാൻ സുൽത്താനേറ്റും ഞങ്ങളുമായി ഒരു ധാരണയിലെത്തിയതിന് ശേഷം എത്രയാണോ തുക എന്നുള്ളത്, അപ്പോൾ ഏകദേശം നമ്മളുടെ ഇന്ത്യൻ മണിയാണെങ്കിൽ 20 കോടിയാണ്. പക്ഷേ ഇനിയൊരു ഘട്ടം അല്ലെങ്കിൽ ഒരു യുദ്ധ സാഹചര്യം നീങ്ങിയതുകൊണ്ട് തന്നെ അതിലൊരു മാറ്റങ്ങളൊക്കെ വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ യുദ്ധം കൊണ്ട് നേടിയതെന്ന് ചോദിച്ചാൽ ലോകത്താകമാനമുള്ള ആളുകൾക്കൊക്കെ ഇറാന് പൈസ കൊടുക്കാനുള്ള ഒരു വഴി ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ്. അതാ ഇത്രയും നാൾ എല്ലാ കപ്പലുകളും പോയിക്കൊണ്ടിരുന്ന സമയത്ത് ആർക്കും ആരോടും വിദ്വേഷങ്ങളോ വൈരാഗ്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഇനി അങ്ങോട്ട് പോകണമെങ്കിൽ ടോൾ പിരിവ് എല്ലാം കൃത്യമായി എല്ലാം ഓക്കെ ആക്കി മാത്രം അങ്ങ് കടത്തിവിടും, അല്ലാത്തവരെ അവിടെ അങ്ങ് കുടുക്കിയിടും. അപ്പോൾ എന്ത് മനസ്സിലായി എന്ന് ചോദിച്ചാൽ ലോക പോലീസ് എന്നൊക്കെ പറയുന്നത് വെറും പാട്ടക്കച്ചവടം മാത്രമാണ്, അതിലപ്പുറം ഒന്നുമില്ല. ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്ന് അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അവർക്കറിയാം ഞങ്ങൾ തോറ്റിട്ടുണ്ട്. അഥവാ ട്രംപിനറിയാം കാര്യമായി ഒന്നും ചെയ്യാൻ ഞങ്ങൾക്കായിട്ടില്ല. മാത്രമല്ല ഇത്ര വീര്യവും അതേപോലെ തന്നെ ആവേശവും മരിക്കാൻ തീരെ പേടിയില്ലാത്തൊരു ജന്മങ്ങളെ ലോകത്ത് വേറെ എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ അവർ കൃത്യമായി ആ ഒരു മനസ്സിലാക്കൽ കൊണ്ട് മാത്രമാണ് ഇന്നലെ രാത്രി 8 മണിക്ക് ഖിയാമത്ത് നാളാകും എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാതെ തിരിച്ചു പോയി കളഞ്ഞത്. അവർക്ക് അത് മറ്റൊരു കാര്യം കൂടി ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഇറാൻ എന്ന് പറയുന്ന രാജ്യം വളരെ മർമ്മപ്രധാനപ്പെട്ടൊരു രാജ്യമാണ്. അവിടെ ഒരു മനുഷ്യൻ ബാക്കിയുണ്ടെങ്കിൽ അയാൾ പോലും ഈ GCC രാജ്യങ്ങളെ തകർക്കാൻ വേണ്ടി ശ്രമിക്കും. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഇടപെടുന്ന മേഖല അത്രയധികം ആഭ്യന്തരമായിട്ട് വരുന്ന മേഖലയാണ്. അത് നിങ്ങൾക്ക് വലിയൊരു ബെനിഫിറ്റ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന GCCയിലെ പോലും അവർ തകർത്ത് അവരെ ഖിയാമത്ത് നാളാക്കി കളയും എന്ന് ആരോ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് പോലെയാണ് ന്യൂസുകൾ കാണുന്നത്. കാരണം ഉപദേഷ്ടാവ് അനോണിമസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ കാര്യം എന്താണെങ്കിലും GCC രാജ്യത്തെ ഞങ്ങൾ ചുറ്റരിക്കുമെന്നുള്ള ഇന്നലെ വൈകിയാണെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കാതലായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊന്നുമില്ല, തിരിച്ചങ്ങോട്ടും അഥവാ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിലും ഇസ്രായേലിനും അതേപോലെ തന്നെ GCCക്കും നല്ല അടി കിട്ടും എന്ന് പറഞ്ഞപ്പോൾ അതിലൊക്കെ മിണ്ടാതിരിക്കാൻ അവരാഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ നൂലുമിൽ കെട്ടിയിറക്കിയ ഒരു പാകിസ്ഥാനെ കൊണ്ടുവന്നിട്ട് അവനോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ പറയുന്നത് പോലെ എന്നോട് ആവശ്യപ്പെടണം, അത് പ്രകാരം ഞാൻ നീ പറയുന്നത് അംഗീകരിച്ചു എന്ന് പറയുകയും ചെയ്യാം. എന്നാൽ തോറ്റു എന്നുള്ളത് വരില്ലല്ലോ, എന്നാൽ പാകിസ്ഥാൻ ഹൈലൈറ്റ് കിട്ടുകയും ചെയ്യും. എന്തൊരു വിഡിത്തല്ലേ. എന്താണെങ്കിലും കാര്യമായ ഒരു സമീപനത്തിൻ്റെ ഭാഗമായി സമാധാനം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് രാത്രി നമുക്ക് ലൈവിൽ സംസാരിക്കാം. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി. സമാധാനം നിലനിൽക്കട്ടെ. 45 ദിവസം പോരാ, 2 ആഴ്ച പോരാ, 3 ആഴ്ച പോരാ, ഒരുപാട് ദിവസങ്ങൾ കാലങ്ങളോളം നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. സപ്പോർട്ട് ചെയ്യുക. വിഷ് ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ.